യൂട്യൂബ് ഡിയേഴ്സ്, വെൽക്കം ടു മീര സ്വിങ്സ്. ഇന്നത്തെ വ്ലോഗ് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. എന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് പോവാണ്. അപ്പോൾ ഇടാൻ പോകുന്ന ഡ്രസ്സാണിത്. അപ്പോൾ ഇതാ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു, അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഹെയർ ഒന്ന് ക്ലിപ്പ് ചെയ്യണം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബീച്ചിലോട്ടാണ്. അപ്പോൾ ഒരു ബീച്ച് ലുക്കായിട്ട് പോവാന്ന് വിചാരിച്ചു. ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യലാന്ന് പറയാൻ കാരണം ഞാനും എൻ്റെ ഫ്രണ്ടും ബർത്ത്ഡേ മന്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ബർത്ത്ഡേ നവംബറിലാണ്. സഡൻ പ്ലാൻ ആയതുകൊണ്ട് എനിക്ക് നല്ലതൊന്നും മേടിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ചെറിയ വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇനി ബർത്ത്ഡേസ് വരുമല്ലോ. ആളുടെ പേര് മനില എന്നാണ്. അപ്പോൾ ഈ ബോട്ടിൽ എനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നാൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് മൊമോസിൽ നിന്ന് 2 ഗിഫ്റ്റ്സ് മേടിച്ചു. ഇത് ബാത്ത് ആൻഡ് ബോഡിയിലെ ബോഡി ലോഷനാണ്. നല്ല സ്മെല്ലാണിത്. പിന്നെ ഞാൻ മൊമോസിൽ നിന്ന് മേടിച്ചത് ഇതാണ്. ഇതെന്തായാലും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം അവൾക്ക് ഈ ബോയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ക്ലൗഡ്സും. ഇതൊന്ന് കൊണ്ടു കൊടുത്തിട്ട് അവളെയും പിക്ക് ചെയ്തിട്ട് ബീച്ചിൽ പോകാം. അങ്ങനെ ഇതാ ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മോളിലൊക്കെ ആയിരിക്കും, കാരണം ഇവിടുത്തെ ചൂട് അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ മോളിലാണ് പോകുന്നത്. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറിയത് കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കത്തില്ലേ, എല്ലാം ഓപ്പണായിട്ട് പറയാനും നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഫ്രണ്ട് വേണോ? അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് മനില. ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായ 2 ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിൽ കാണുന്ന ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടാവും. പിന്നെ ഇതാണ് അവസ്ഥയും. കുറച്ചു നേരം ബീച്ചിലൊക്കെ ഇരുന്ന ശേഷം എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ളൊരു കഫേയിൽ വന്നു. How is it? മീരാസ് ബർത്ത്ഡേ സ്പെഷ്യൽ. ബർത്ത്ഡേ കഴിഞ്ഞു, പക്ഷെ നമുക്ക് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. മനില സ്ട്രീറ്റ്. ഇതെന്തോ കുടിക്കുന്നേ? ഇത് പിങ്ക് ഡ്രാഗൺ സ്മൂത്തി. സ്മൂത്തി അല്ല, ഇത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ജ്യൂസ് ഓൺലി. കണ്ടില്ലേ? അതെ, പാളിപ്പോയി. അതെ, കുറെ മധുരമുണ്ട്. എന്തോ കുടിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതെൻ്റെ കോഫി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഒത്തിരി ലേറ്റായി, രാത്രിയായി. എന്നാലും സംസാരത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഷെയർ ചെയ്യാനുള്ളതുപോലെ. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാലും കുറച്ച് നേരം കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു.
ഇത് അബുദാബിയിലെ ഹുദ്രൈദ് എന്ന് പറയുന്ന ഒരു ബീച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഫ്രൈസാണ്. ഫ്രൈസും ഫ്രൈഡ് മോമോസും. രാത്രിയിൽ ഇവിടം കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി ഫാമിലീസ് ഉണ്ടായിരുന്നു. പീസ്ഫുള്ളായിട്ട് ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വൈബുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ടൈം ഇപ്പോൾ 9 മണിയായി രാത്രി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇനി ഫ്രഷായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം കിടന്നുറങ്ങാൻ പോകണം. ഈ ഹെയർ ക്ലിപ്പ് എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? എനിക്ക് ബട്ടർഫ്ലൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബട്ടർഫ്ലൈസിൽ വരുന്ന എന്ത് കണ്ടാലും ഞാനതപ്പം എടുക്കും. പിന്നെ ഐസ്ക്രീം, അതെനിക്ക് എപ്പോൾ തന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ടാറ്റാ.